ഡോക്ടർ ജയരാജ് ആദ്യം തന്നെ അങ്ങ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളഞ്ഞു. അങ്ങയുടെ അഭിപ്രായത്തെ, അങ്ങയുടെ വാദത്തെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഈ 1 കിട്ടുമോ 3 കിട്ടുമോ എന്ന് അങ്ങയോട് ചോദിക്കുന്നില്ല. പകരം എന്തുകൊണ്ട് BJPക്ക് ഈ സാധ്യത വന്നു? ശ്രീ ഉല്ലാസ് ബാബു ഇപ്പോൾ പറഞ്ഞ ചില ഘടകങ്ങൾ എന്തുകൊണ്ട് ഇടത് കോട്ടകളിൽ നിന്നും അല്ലെങ്കിൽ UDF കോട്ടകളിൽ നിന്നും അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്നും BJPക്ക് വോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു ചോദ്യം. ഈ BJP ഓരോ മണ്ഡലത്തിലും രാജ്യം മുഴുവൻ വോട്ടർമാരെ സമീപിച്ചത് വ്യക്തമായ ചില പദ്ധതികളോടെയാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഇവിടെ വന്നിറങ്ങിയത് ടെക് മേഖലയിൽ എന്ത് ചെയ്യും, വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ചെയ്യും, വിദ്യാഭ്യാസം ലഭിച്ച യുവാക്കൾക്ക് വേണ്ടി എന്തൊക്കെ കൊണ്ടുവരാം, എവിടെയൊക്കെ കൊണ്ടുവരാം എന്നുള്ള വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ്, വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ 1, 2, 3. കേവലം അവകാശവാദം ആയിരുന്നില്ല, മുദ്രാവാക്യങ്ങളും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന MP ഡെലിവർ ചെയ്തത് എന്താണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തെ പരിഹസിക്കുന്നു. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത് ആകെ 10-12 ഹൈമാസ്റ്റ് ലാമ്പുകളും പിന്നെ ഒരു ത്രിവർണ്ണ പതാകയുമാണ് കനകക്കുന്നിൽ എന്നുള്ള പരിഹാസം അദ്ദേഹം കേൾക്കേണ്ടി വന്നതും അതുകൊണ്ടല്ലേ. എന്റെ ചോദ്യം, ഇടതു മുന്നണിയും UDFും BJPക്കെതിരെ NDAക്കെതിരെ ഉയർത്തിയ ഏക മുദ്രാവാക്യം എന്തായിരുന്നു? ന്യൂനപക്ഷങ്ങൾ പേടിക്കണം, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം, ന്യൂനപക്ഷങ്ങൾക്ക് ആപത്താണ്. മോദി വന്നാൽ, NDA വന്നാൽ, BJP വന്നാൽ ആ ഒരു ഭീതി, അതിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് കോൺഗ്രസും CPMും അല്ലെങ്കിൽ UDFും LDFും മാറി മാറി സഹായഹസ്തവുമായി ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾ രക്ഷിക്കാം. വെള്ളക്കെട്ടിൽ നിന്ന് തലസ്ഥാനത്തെയോ കൊച്ചിയെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സർക്കാരും ഭരണകൂടവുമാണ് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ മൊത്തം ആ കരാളഹസ്തങ്ങളിൽ ഞങ്ങൾ രക്ഷിക്കാം. അത് ഫലപ്രദമായി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതിനപ്പുറം ജയിപ്പിച്ചാൽ നിങ്ങൾ എന്ത് നൽകും, എന്ത് ഡെലിവർ ചെയ്യും എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ? ഡോക്ടർ ജയരാജ്. തീർച്ചയായിട്ടും അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം മാത്രമല്ല ചർച്ചയായത്. ഈ ഏറ്റവും പ്രധാനമായിട്ട് വിഷയമായത് വിലക്കയറ്റം, പെട്രോൾ ഡീസൽ വില, ഗ്യാസിന്റെ വില വർധനവ്, തൊഴിലില്ലായ്മ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് CAA പോലുള്ള വിഷയങ്ങൾ പരാമർശിച്ചു പോയതും. അത് മാത്രമായിരുന്നില്ല, 1 പോയിന്റ് അജണ്ടയിലൊന്നും ആയിരുന്നില്ല അവർ ഇലക്ഷന് നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോഴത് ആരാണ് കൂടുതൽ എതിർക്കുന്നത് എന്നുള്ളതിന്റെ ചില തർക്കങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കേന്ദ്രത്തിൽ ഒരു നയം നടപ്പിലാക്കി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നടപ്പിലാക്കുമോ, അങ്ങനെ നടപ്പിലാക്കണമോ, അങ്ങനെ നടപ്പിലാക്കിയാൽ തന്നെ കേരളത്തിൽ അത് നടപ്പാക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഒരു അത്തരത്തിലുള്ള ഈ പറയുന്നത് പോലെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ജനതയോട് അഡ്രസ് ചെയ്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനകത്തു നിന്നൊന്നും ഒളിച്ചോടുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന നമ്മൾ വാദത്തിൽ ഈ എക്സിറ്റ് പോൾ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെയും കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ 1 മുതൽ 3 വരെ എന്ന് BJPക്ക് പറയുന്നത് നമ്മളൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ജാവദേക്കർ മാജിക് ആയിരിക്കും. ആ ജാവദേക്കർ മാജിക് ഒരുപക്ഷെ ഇപ്പോൾ സഹായിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ച് സഹായിക്കാമെന്നുള്ള എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടായിരിക്കാം. അങ്ങനെ കുറെ അടിയൊഴുക്കൾ എന്തെങ്കിലും അതിന്റെ പിന്നിലുണ്ടാവും. പക്ഷെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായും അതൊന്നും സംഭവിക്കാൻ പോകുന്നത് കാരണം ഇത് കേരളമാണ്, വളരെ അങ്ങേറ്റം സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അങ്ങനെ ഒരു ഈ പറഞ്ഞതുപോലെ അവസാന തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് അതിനുശേഷം ഇടയ്ക്ക് വെച്ചിട്ട് പ്രധാനമന്ത്രി തന്നെ നടത്തിയ ചില പരാമർശങ്ങൾ അത് വളരെയധികം ആളുകളിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ രാജ്യത്ത് ഉടനീളം നടന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ടയാടലുകൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആളുകൾക്ക് അറിയാലോ എന്താണ് സംഭവിക്കുന്നത്. നമ്മളിപ്പോ UPയെ കുറിച്ച് പറയുമ്പോൾ UP എന്ത് പറഞ്ഞാലേ UP എന്ന് പറയുന്നത്, മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും മണിപ്പൂർ അല്ല. ഈ മണിപ്പൂർ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 2 സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിച്ചത്? തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ വിഷയമായിട്ട് ഇപ്പൊ അരുണാചൽ പ്രദേശിന്റെ വിഷയമാണെങ്കിൽ അത് ചൈനയായിട്ടുള്ള ഇൻഫിൽട്രേഷന്റെ വിഷയവും ദേശീയത ഉയർത്തിക്കാട്ടുകയെന്നുള്ള ചില മാർഗങ്ങളൊക്കെയാണ് അവിടെ ഒരു പൂർണ്ണ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. സ്ട്രാറ്റജിക് മൂവ് തന്നെയാണ്, അത് അംഗീകരിക്കാതിരിക്കാൻ വയ്യ.